ദൈമാനിയ ദ്വീപുകളിൽ പഴയപോറ്റ് പുനരധിവാസ പദ്ധതി ആരംഭിച്ചു. ഹജ്ജ് യാത്ര സുരക്ഷിതവും സുഗമവുമാക്കാൻ ഒമാൻ പുതിയ സംവിധാനങ്ങൾ. ഒമാനും യുക്രൈനും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തും. ഒമാനിൽ നിന്നുള്ള പ്രധാന വാർത്തകളുമായി ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ തുടങ്ങുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought to you by Shahi Foods and Spices, powered by പുരുഷോത്തം കഞ്ചി എക്സ്ചേഞ്ച്. ഒമാനിലെ പ്രശസ്തമായ ദൈമാനിയ ദ്വീപ് പ്രകൃതി സംരക്ഷണ കേന്ദ്രത്തിൽ സമുദ്ര പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും ശക്തിപ്പെടുത്തുന്നതിനുള്ള ഭാഗമായി വലിയൊരു പരിസ്ഥിതി പദ്ധതിക്ക് തുടക്കം കുറിച്ചു. പഴയപൊറ്റുകൾ അഥവാ കൊറൽ റീഫുകൾ പുനരധിവസിപ്പിക്കുന്ന പദ്ധതിയാണ് പരിസ്ഥിതി അതോറിറ്റി ആരംഭിച്ചിരിക്കുന്നത്. ആഗോള താപനവും സമുദ്ര താപനില ഉയരുന്നതും മൂലം ലോകമെമ്പാടും പഴയപൊറ്റുകൾ ഗുരുതരമായി ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. സമുദ്രത്തിലെ അനവധി ജീവജാലങ്ങൾക്ക് ആവാസ വ്യവസ്ഥയാകുന്ന ഈ പഴയപൊറ്റുകൾ സംരക്ഷിക്കുന്നത് സമുദ്ര പരിസ്ഥിതിയുടെ നിലനിൽപ്പിന് തന്നെ നിർണായകമാണ്. സുൽത്താൻ കാബൂസ് യൂണിവേഴ്സിറ്റിയുടെ സാങ്കേതിക പിന്തുണയും ഒമാൻ LNG കമ്പനിയുടെ സഹകരണവും ഉൾക്കൊണ്ടാണ് പദ്ധതി മുന്നോട്ട് പോകുന്നത്. ആദ്യഘട്ടത്തിൽ 600 മുതൽ 1000 വരെ പഴയപൊറ്റ് ശകലങ്ങൾ ഡയറക്റ്റ് ഫിക്സേഷൻ എന്ന അത്യാധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കടലിന്റെ അടിത്തട്ടിൽ നട്ടുപിടിപ്പിക്കും. പരിശീലനം നേടിയ ഡൈവർമാർ പ്രത്യേകം തിരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ സൂക്ഷ്മതയോടെ ഈ പ്രവർത്തനം നടത്തും. പഴയപൊറ്റുകളുടെ വളർച്ച, അതിജീവന നിരക്ക് എന്നിവ കൃത്യമായി ഇടവേളകളിൽ ശാസ്ത്രീയമായി നിരീക്ഷിക്കും. സമുദ്രത്തിലെ താപനില, ഓക്സിജന്റെ അളവ്, അമ്ലത എന്നിവയും പരിശോധിച്ച് അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉറപ്പാക്കും. ഇതിനു മുമ്പ് തന്നെ ഉപയോഗശൂന്യമായ സൈനിക വാഹനങ്ങൾ കടലിനടിയിൽ നിക്ഷേപിച്ച് പുതിയ ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കാൻ ശ്രമം നടത്തിയിരുന്നു. കൂടാതെ 3D സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന അണ്ടർ വാട്ടർ മ്യൂസിയവും ഈ പ്രദേശത്തെ ആകർഷണീയമാക്കും. ഇത് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനൊപ്പം പ്രകൃതിദത്ത പഴയപൊറ്റുകളിലുള്ള സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. കഴിഞ്ഞ വർഷം മാത്രം 1.36 ലക്ഷത്തിലധികം സന്ദർശകർ എത്തിയ സാഹചര്യത്തിൽ ഈ പദ്ധതി ഇക്കോ ടൂറിസത്തിനും വലിയ പിന്തുണയാകും. സമുദ്രത്തിലെ ജൈവ വൈവിധ്യം സംരക്ഷിക്കുക, മത്സ്യസമ്പത്ത് വർദ്ധിപ്പിക്കുക, പരിസ്ഥിതി ബോധവൽക്കരണം ഉയർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. പുതിയ ഹജ്ജ് സീസണിൽ ഒമാനിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് കൂടുതൽ സുരക്ഷിതവും സൗകര്യപ്രദവുമായ യാത്ര ഉറപ്പാക്കുന്നതിനായി സർക്കാർ സമഗ്രമായ നടപടികൾ സ്വീകരിച്ചു. ഈ സീസണിലെ ഒരുക്കങ്ങൾ വിലയിരുത്തുന്നതിനായി ഒമാൻ ഹജ്ജ് മിഷൻ വിവിധ ഹജ്ജ് കമ്പനികളുമായി കൂടിക്കാഴ്ച നടത്തി. മതകാര്യ ഔഖാഫ് മന്ത്രാലയം അണ്ടർ സെക്രട്ടറിയും ഹജ്ജ് മിഷൻ മേധാവിയുമായ അഹമ്മദ് സാലിഹ് അൽ റഷീദിയുടെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ നിരവധി സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു. തീർത്ഥാടകർക്ക് യാത്രാ ചെലവ് കുറയ്ക്കുന്നതിനായി വിമാന ടിക്കറ്റ് നിരക്കിൽ ഇളവ് നൽകാൻ തീരുമാനിച്ചു. ഒമാൻ എയർ, സലാം എയർ എന്നിവയുമായി സഹകരിച്ച് പ്രത്യേക നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കാനാണ് ആലോചന. ഇതോടൊപ്പം തായിഫ് വിമാനത്താവളത്തിലേക്ക് കൂടുതൽ സർവീസുകൾ ആരംഭിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഹാജിമാരുടെ സൗകര്യാർത്ഥം സുഹാർ വിമാനത്താവളത്തിൽ നിന്നുള്ള യാത്രാ സൗകര്യവും ഈ വർഷം ഒരുക്കും. ഒമാനിൽ നിന്ന് തീർത്ഥാടകരുമായി സഞ്ചരിക്കുന്ന ബസ്സുകളെ കൃത്യമായി നിരീക്ഷിക്കാനും അടിയന്തര സാഹചര്യങ്ങളിൽ ഇടപെടാനും സഹായിക്കുന്ന സ്മാർട്ട് ബസ് ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തും. ബസ്സുകളുടെ നീക്കങ്ങൾ നിരീക്ഷിച്ച് അടിയന്തര സാഹചര്യങ്ങളിൽ ഉടൻ ഇടപെടാൻ ഈ സംവിധാനം സഹായിക്കും. സൗദി അറേബ്യയിലെ ഹജ്ജ് ഉംറ മന്ത്രാലയവുമായി സഹകരിച്ച് യാത്രാ ക്രമീകരണങ്ങൾ കൂടുതൽ കാര്യക്ഷമമാക്കും. ഒമാനിൽ നിന്നുള്ള ബസ്സുകൾക്ക് സൗദിയിലെ നിശ്ചിത സ്റ്റേഷനുകളിൽ വരെ തീർത്ഥാടകരെ എത്തിക്കാൻ അനുമതി ഉണ്ടാകും. വിസ നടപടികളും രജിസ്ട്രേഷനും ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ വേഗത്തിലാക്കുകയും തീർത്ഥാടകർക്ക് ആവശ്യമായ വിവരങ്ങൾ ഓൺലൈൻ പോർട്ടൽ വഴി ലഭ്യമാക്കുകയും ചെയ്യും. കൂടാതെ ഓരോ ഹജ്ജ് സംഘത്തിനും ഒരു ഡോക്ടറെ വീതം ഉൾപ്പെടുത്തുന്നതിനും അനുമതി നൽകിയിട്ടുണ്ട്. ആകെ 17 ഡോക്ടർമാരാണ് ഇത്തവണ ഹജ്ജ് സംഘങ്ങളെ അനുഗമിക്കുക. തീർത്ഥാടകരുടെ ആരോഗ്യവും സുരക്ഷയും പരമപ്രധാനമായി കണക്കിലെടുത്താണ് ഈ എല്ലാ നടപടികളും സ്വീകരിച്ചിരിക്കുന്നതെന്ന് അധികൃതർ വ്യക്തമാക്കി. ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ഒമാനും യുക്രൈനും തമ്മിൽ ചർച്ച നടത്തി. മസ്കത്തിൽ ഒമാൻ വിദേശകാര്യ മന്ത്രി സെയ്ദ് ബദർ ബിൻ ഹമദ് അൽ ബുസൈദിയും യുക്രൈൻ പ്രതിനിധി റസ്റ്റം ഉമറോവും തമ്മിലായിരുന്നു കൂടിക്കാഴ്ച. കൃഷി, ഊർജം, വിവര സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം വർദ്ധിപ്പിക്കാനും കടൽ സുരക്ഷയും ഊർജ സംരക്ഷണവും ശക്തിപ്പെടുത്താനും ഇരു രാജ്യങ്ങളും ധാരണയായി. സമാധാനപരമായ മാർഗങ്ങളിലൂടെ അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന നിലപാടും ഇരുപക്ഷവും ആവർത്തിച്ചു. തെക്കൻ ബാത്തിനയിൽ ലഹരി വസ്തുക്കൾ കടത്തിയ കേസിൽ ഏഷ്യൻ പൗരന്മാരായ 2 പേരെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. കഞ്ചാവ്, ക്രിസ്റ്റൽ മെത്തഫെറ്റമൈൻ, ഹഷീഷ്, മയക്കുമരുന്ന് ഗുളികകൾ എന്നിവയുടെ വൻ ശേഖരണം പിടിച്ചെടുത്തു. ഇതോടൊപ്പം തെക്കൻ ഷർക്കയിൽ നടത്തിയ റെയ്ഡിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന മദ്യവസ്തുക്കളും പിടികൂടി. സംഭവത്തിൽ ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്തതായും നിയമ നടപടികൾ തുടരുന്നതായും പോലീസ് അറിയിച്ചു.
ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ പൂർണ്ണമാകുന്നു. പ്രവാസ ലോകത്തെ പുത്തൻ വാർത്തകൾ അറിയാൻ ഗൾഫ് മാധ്യമത്തിന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കാം. ഗൾഫ് അപ്ഡേറ്റ്സ് നിങ്ങളുടെ വാട്സാപ്പിൽ ലഭിക്കുന്നതിന് നിങ്ങളുടെ പേരും സ്ഥലവും 96201150 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കൂ. ഗൾഫ് അപ്ഡേറ്റ്സ് ഒമാൻ brought you by Shahi Foods and Spices, powered by Purushottam Kanji Exchange.